ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വീണ്ടും ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്കിൻ കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിയാസിനമൈഡ് അല്ലെങ്കിൽ നയാസിനമൈഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് നിയാസിനമൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ, ലെറ്റ് സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, സീറംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് പലരും യൂസ് ചെയ്യുന്നത് കണ്ടുവരുന്നത് നിയാസിനമൈഡ് സീറംസ് ആണ്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹൈപ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നിയാസിനമൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നിയാസിനമൈഡിൻ്റെ ഈ ഒരു യൂസ്. അപ്പോൾ എന്താണ് നിയാസിനമൈഡ് എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. നിയാസിനമൈഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, വൈറ്റമിൻ B3 ആണ് നിയാസിനമൈഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഹൈപ്ഡ് ആവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ നിയാസിനമൈഡ് എന്ന് പറഞ്ഞാൽ. ഏത് സ്കിൻ ടൈപ്പിന് വൺ ഓർ ദ അതർ വേയിൽ നമുക്ക് സ്യൂട്ടബിൾ ആകുന്ന ഒന്നാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എക്സസ് സീബം പ്രൊഡക്ഷൻ തടയാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിമ്പിൾ മാർക്സ്, സൈൻസ് ഓഫ് ഏജിങ്, പോർ മിനിമൈസേഷൻ, പിന്നെ അപ്പിയറൻസ് ഓഫ് പിമ്പിൾസ്, ഇതൊക്കെ തന്നെയും ഇതിൻ്റെ കണ്ടിന്യൂസ് യൂസ് കൊണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ നിയാസിനമൈഡ് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ മാർക്കറ്റിലേക്ക് പോയിട്ട് നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് വന്ന് യൂസ് ചെയ്താൽ അത് നമുക്ക് ഒരിക്കലും ഡിസൈഡ് റിസൾട്ട് തരില്ല. നേരെ മറിച്ച് അതൊരു ഗുഡ് റിസൾട്ടിനേക്കാൾ ഉപരി നമുക്ക് ഒരു ഭയങ്കര മോശമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ തരുന്നത്. ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഭയങ്കര മോശമായിട്ടായിരിക്കും അത് ബാധിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നമ്മളപ്പോൾ നിയാസിനമൈഡ് തിരഞ്ഞെടുക്കുന്നതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നിയാസിനമൈഡ് കോൺസെൻട്രേഷൻ്റെ അളവാണ്. ഓരോ പ്രോഡക്റ്റിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ, അതായത് എത്ര അളവിലാണ് നിയാസിനമൈഡ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഓരോ പ്രോഡക്റ്റിലും വ്യത്യസ്തമായിരിക്കും. മിക്ക പ്രോഡക്റ്റ്സിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 5% ആയിരിക്കും ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മോസ്റ്റ്ലി നമുക്ക് 5% നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആകുക. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ സൺ ഡാമേജ് പോലെയുള്ള പ്രോബ്ലംസിനായിട്ടാണ് നമ്മൾ നിയാസിനമൈഡ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 5% അടങ്ങിയിട്ടുള്ളത് വർക്കിംഗ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണ് നിങ്ങളുടേതെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു 5%ലും കുറവുള്ള ഒരു നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എപ്പോഴും ഒരു 2% അങ്ങനെയൊക്കെയുള്ള കോൺസെൻട്രേഷനിലുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ ഇനി നമുക്ക് ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോത്ത് AM ആൻഡ് PM, അതായത് മോർണിംഗ് ആൻഡ് നൈറ്റ് റുട്ടീൻസിലും നമുക്ക് നിയാസിനമൈഡ് സിറംസ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്ത് പാഡ് ഡ്രൈ ചെയ്തതിന് ശേഷം ഒരു ടോണർ യൂസ് ചെയ്ത് നമ്മുടെ ഫേസിനെ നല്ലപോലെ ടോൺ ചെയ്യുക. അതിനുശേഷം അതൊരു സെമി ഡ്രൈ ആയതിനു ശേഷം, എപ്പോഴും നിയാസിനമൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഫുള്ള് ഡ്രൈ ആയിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നിയാസിനമൈഡ് സിറംസ് അപ്ലൈ ചെയ്യരുത്. ഒരു സെമി ഡ്രൈ, അതായത് ഒരു ഒരു 50% അല്ലെങ്കിൽ 80% ആയിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഒരു ചെറിയൊരു ഡാമ്പ് ആയിരിക്കുമല്ലോ നമ്മുടെ സ്കിന്ന്. ആ ഒരു ടൈമിൽ നമുക്ക് നിയാസിനമൈഡ് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ഡ്രൈ സ്കിന്നിലേക്ക് നമ്മൾ നിയാസിനമൈഡ് അപ്ലൈ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫുൾ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ ഡാം സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒരു ഫുൾ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആ നിയാസിനമൈഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ റബ്ബ് ചെയ്തല്ല അതിനെ അബ്സോർബ് ചെയ്യിക്കേണ്ടത്. ലൈറ്റായിട്ട് പാറ്റിംഗ് മോഷനിൽ വേണം നമ്മൾ നിയാസിനമൈഡ് സിറം നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അത് അബ്സോർബ് ആയതിനു ശേഷം ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മോർണിംഗ് ടൈമിലാണെങ്കിൽ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നിയാസിനമൈഡ് സിറംസ് തന്നെ പ്യുവർ നിയാസിനമൈഡ് സിറംസ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു നിയാസിനമൈഡിൻ്റെ കൂടെ മറ്റ് പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നിയാസിനമൈഡ് സിറം തിരഞ്ഞെടുക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്.
അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചില ബ്രാൻഡിൽ വന്നിട്ട് നിയാസിനമൈഡ് സിറത്തിൽ സിങ്ക് അടങ്ങിയിട്ടുള്ള നിയാസിനമൈഡ് സിറം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നിയാസിനമൈഡ്, അതായത് സിങ്ക് അടങ്ങിയിട്ടുള്ള നിയാസിനമൈഡ് സിറം വന്നിട്ട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിനെ ഈവൻ മോർ ഡ്രൈ ആക്കാനേ അത് സഹായിക്കുകയുള്ളൂ. കാരണം അങ്ങനെ സിങ്ക് അടങ്ങിയിട്ടുള്ളത് വന്നിട്ട് ഒരു ഓയിലി ടൈപ്പ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഡ്രൈ സ്കിന്നുകാർ കഴിവതും സിങ്ക് അടങ്ങിയിട്ടുള്ള നിയാസിനമൈഡ് സിറംസ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലതിൽ നിയാസിനമൈഡിൽ കൂടെ തന്നെ നമുക്ക് ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സിറംസ് ഉണ്ടാവും. അത് വന്നിട്ട് ഡ്രൈ സ്കിന്നുകാർക്ക് ഭയങ്കര ബെനിഫിഷ്യലാണ്. കാരണം ഹൈലറോണിക് എന്ന് പറയുന്നത് നല്ല മോയ്സ്ചറൈസിങ് ഏജൻറ്റാണ്, നമ്മുടെ സ്കിന്നിനെ ഈവൻ മോർ പ്ലംപ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് ഹൈലറോണിക് ആസിഡ് കൂടി അടങ്ങിയ നിയാസിനമൈഡ് യൂസ് ചെയ്യാം. അതുപോലെ ചിലതിൽ വന്നിട്ട് നിയാസിനമൈഡ് പ്ലസ് റൈസ് വാട്ടർ എന്ന് കാണാം. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഈവൻ മോർ ബ്രൈറ്റർ ആക്കാനും നമ്മുടെ സ്കിന്നിനുള്ള ഇറിറ്റേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നിയാസിനമൈഡ് വിത്ത് ലിക്വറൈസ് അടങ്ങിയിട്ടുള്ളത് വരും. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്ന എൻസൈംസിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാരും നിയാസിനമൈഡ് സിറംസ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിയാസിനമൈഡിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളതും അതുപോലെ ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.